നിങ്ങൾക്ക് ഞാൻ ഒരു സെറ്റ് ചീട്ട് തരാം. നിങ്ങളോട് 10 തവണ അതൊന്ന് ഷഫിൾ ചെയ്യാൻ പറയുന്നു. 10 തവണ ഷഫിൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ 10 തവണ നിങ്ങൾ മാറ്റുന്നു. നിങ്ങൾക്ക് ആ പഴയ ഓർഡറിലേക്ക് തന്നെ പോകാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങൾ ചെയ്ത ആ ഷഫ്ലിംഗ് അത് നേരെ വിപരീത രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ആ ഓർഡറിൽ തന്നെ പോകാൻ പറ്റും. പക്ഷേ ആ ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഫർമേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എങ്ങനെയൊക്കെയാണ് ഓരോ തവണയും ഷഫിൾ ചെയ്തതെന്ന്. ഒരു 10,000 തവണയാണ് നിങ്ങൾ ഷഫിൾ ചെയ്യുന്നതെങ്കിലോ, നിങ്ങൾ 1,00,000 തവണയാണ് ഷഫിൾ ചെയ്യുന്നതെങ്കിലോ അത് നോട്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും. അതിൻ്റെ അർത്ഥം തിരിച്ച് അതേപടി പഴയ ആ ഓർഡറിലേക്ക് തന്നെ ചീട്ട് പോകില്ലെന്നല്ല. ചീട്ടങ്ങനെ പോകും. ശരിക്കും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ തന്നെ അതിനെ ഡീകോഡ് ചെയ്യാനുള്ള, അതിനെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഓർഡറുണ്ട്. അത് എൻക്രിപ്റ്റഡ് ആണെന്ന് മാത്രം. എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലെന്ന് മാത്രം. ന്യൂട്ടോണിയൻ ഫിസിക്സ് അനുസരിച്ച് ഒരു സിസ്റ്റം, ഇവിടുത്തെ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കെട്ട് ചീട്ടാണ്. ആ ചീട്ടിൻ്റെ സകല പാർട്ടിക്കിൾസിൻ്റെയും പദാർത്ഥങ്ങളുടെയും ഇൻഫർമേഷൻ നമ്മുടെ പക്കലുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഭാവി പ്രവചിക്കാൻ സാധിക്കും. അതിൻ്റെ കഴിഞ്ഞ കാലത്തേക്ക് നമുക്കതിനെ മടക്കിക്കൊണ്ട് പോകാൻ സാധിക്കും. ഒരു കെട്ട് ചീട്ടിൽ കോടിക്കണക്കിന് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പദാർത്ഥങ്ങളുണ്ട്. ആ കോടിക്കണക്കിന് പദാർത്ഥങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വെലോസിറ്റി ഉണ്ട്, സ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനുണ്ട്. ആ പദാർത്ഥങ്ങളുടെ വെലോസിറ്റി മനസ്സിലാക്കണം, അതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നമ്മൾ അറിയുകയാണെങ്കിൽ അതിൻ്റെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. ഒരു നാണയം ടോസ് ചെയ്താൽ പോലും വീഴുന്നത് ഹെഡാണോ ടെയിലാണോ എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കും. ഇതിനെയാണ് ടൈം റിവേഴ്സൽ സിമെട്രി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഡെപ്തിലേക്ക് പോകാം. അതിന് ന്യൂട്ടോണിയൻ ഫിസിക്സ് അല്ല നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ക്വാണ്ടം ഫിസിക്സ് ആണ്. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഓരോ പാർട്ടിക്കിൾസും ശരിക്കും പാർട്ടിക്കിൾസേ അല്ല, അവയെല്ലാം തരംഗങ്ങളാണ്. ആ തരംഗങ്ങളെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സമവാക്യം നമ്മുടെ പക്കലുണ്ട്, ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ. ആ ഷ്രോഡിംഗേഴ്സ് ഇക്വേഷൻ അനുസരിച്ചാണ് ഇവിടെയുള്ള പദാർത്ഥങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവിടെയുള്ള തരംഗങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ആ ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ ഒരു പ്രോപ്പർട്ടി യൂണിറ്റാരിറ്റി അനുസരിച്ച് ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും, അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വസ്തു ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും നിൽക്കുന്ന ഒരു സെലസ്റ്റിയൽ ബോഡി ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ആ വസ്തുക്കളുടെയൊക്കെ മാറ്റങ്ങൾ കൃത്യമായിട്ട് കുറിച്ചു വെക്കും. ഏതെങ്കിലും ഒരു വ്യക്തിയല്ല കുറിച്ചു വെക്കുന്നത്, ഈ പ്രപഞ്ചം തന്നെ കുറിച്ചു വെക്കും. അതൊരു എൻകോഡഡ് ഭാഷയിലായിരിക്കുമെന്ന് മാത്രം. അതായത് ഇവിടെയുള്ള ഒരു ഇൻഫർമേഷനും മാറുന്നില്ല, സകല മാറ്റങ്ങളും അത് കൃത്യമായിട്ട് കുറിച്ചു വച്ചിട്ടുണ്ട്. അതൊരു വ്യക്തി എഴുതുന്ന പോലെ നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. അങ്ങനൊന്നുമല്ല, ഇൻഫർമേഷൻ അത് നഷ്ടമാകുന്നില്ല. യൂണിറ്റാരിറ്റി തെറ്റാണെന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. യൂണിറ്റാരിറ്റി തെറ്റാണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് തകർന്നില്ലാതെയാവും, അങ്ങനെ ഒരു ബ്രാഞ്ച് തന്നെ ഇല്ലാതെയാകും. നമ്മൾ ഈ കാലഘട്ടത്തിൽ പോലും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ക്വാണ്ടം മെക്കാനിക്സ് തെറ്റല്ല. ക്വാണ്ടം മെക്കാനിക്സ് തെറ്റല്ലെങ്കിൽ യൂണിറ്റാരിറ്റി എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടിയും തെറ്റല്ല. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച നിങ്ങളെ ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അവരെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇല്ല. അവരെല്ലാം എന്നേക്കുമായി നിങ്ങളോട് യാത്ര പറഞ്ഞു പോയി. ഇനി ഒരിക്കലും നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല. എന്നാൽ അതാണോ യാഥാർത്ഥ്യം? ക്വാണ്ടം ഫിസിക്സിൻ്റെ ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ അതല്ല യാഥാർത്ഥ്യം. അവരെങ്ങും പോയിട്ടില്ല. ആ ഇൻഫർമേഷൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. പ്രപഞ്ചം ആ ഇൻഫർമേഷൻ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അവരുടെ സംസാരം, നിങ്ങളുടെ പേര് വിളിക്കുന്ന ആ ശബ്ദം, ചെറുപുഞ്ചിരി, അവരുടെ ഇമോഷൻസ്, അവരുടെ സകലതും അതിവിടെയുണ്ട്. നിങ്ങളിലെ നിങ്ങളും ഇവിടെയുണ്ട്. ഒരു 10 വർഷം മുമ്പുള്ള നിങ്ങളല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള നിങ്ങളുടെ രൂപം തന്നെ വ്യത്യാസമായിരിക്കും, സ്വഭാവം വ്യത്യാസമായിരിക്കും, നിങ്ങളുടെ ശബ്ദത്തിൽ വ്യത്യാസം കാണും. എന്നാൽ ആ വ്യത്യാസങ്ങളൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഒരു ഇൻഫർമേഷനും ഇവിടെ നിന്ന് നഷ്ടമാകുന്നില്ല. കാരണം ഷ്രോഡിംഗേഴ്സ് ഇക്വേഷന് ഡിലീറ്റ് ബട്ടൺ ഇല്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട കാമുകിക്ക് നിങ്ങളൊരു കത്തെഴുതിയെന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക.
ശേഷം ആ കത്തുമായി അങ്ങ് അമേരിക്കയിലുള്ള കാമുകിയുടെ അടുത്തേക്ക് നിങ്ങൾ പോവുകയാണ്. നിങ്ങൾ വിമാനത്തിൽ കയറിയൊന്നും അല്ല പോകുന്നത്, കപ്പലിലൂടെയാണ് പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ആ ലവ് ലെറ്റർ ഉണ്ട്, അത് നിങ്ങൾ സുരക്ഷിതമായിട്ട് കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ആ യാത്രക്കിടയിൽ നിങ്ങൾ മറ്റൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു കാമുകിയായി, കപ്പലിലുള്ള കാമുകി. പഴയ കാമുകിയോട് അത്ര വലിയ പ്രേമമൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. ആ ലവ് ലെറ്റർ തന്നെ അങ്ങ് കീറിക്കളയാനാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങളത് പല പല കഷ്ണങ്ങളായിട്ട് കീറിയെടുത്തു. അതിനുശേഷം നിങ്ങൾ കപ്പലിൽ നിന്ന് വെളിയിലേക്ക്, കടലിലേക്ക് അത് വലിച്ചെറിഞ്ഞു. അതിൻ്റെ അർത്ഥം ആ ലവ് ലെറ്റർ ഇല്ലാതെയായെന്നാണോ? അല്ല, ആ ഇൻഫർമേഷൻ ഇല്ലാതെ ആയിട്ടില്ല. അതിലെഴുതിയ വാചകങ്ങൾ ഇല്ലാതെ ആയിട്ടില്ല. അതിൽ കടലിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. അങ്ങോട്ടൊന്നും ഇങ്ങോട്ടൊന്നും ഇല്ലാതെ അതിങ്ങനെ ഒഴുകുന്നു. പല പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും ഒഴുകുന്നത്, കാരണം പല പല കഷ്ണങ്ങളാണ്. ആ കഷ്ണങ്ങളെല്ലാം അവിടെയുണ്ട്. ആ കഷ്ണങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഷി അവിടെയുണ്ട്. ആ മഷിയിലെ മോളിക്യൂൾസ്, അതിലെ ആറ്റംസ് അവിടെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. ചിലപ്പോഴൊക്കെ അത് അവിടെ നിന്നും വേർപെട്ട് വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് മാറും. പക്ഷേ അപ്പോഴും അതേ മോളിക്യൂൾസ് അവിടെ തന്നെയുണ്ട്, ആ ജലത്തിൽ തന്നെയുണ്ട്. അതിനെയെല്ലാം നമുക്ക് പഴയ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചാലോ? അതെങ്ങനെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള ഇൻഫർമേഷൻ ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് ആ ജലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സമീപ ഭാഗത്ത് തന്നെയുണ്ട്. അതുമല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട്. അതൊന്ന് ഡീകോഡ് ചെയ്താൽ നമുക്ക് ആ പഴയ ലവ് ലെറ്ററിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. ഇതിനെയാണ് ഡീകോഹറൻസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഒരു ക്വാണ്ടം സിസ്റ്റം നിരന്തരമായിട്ട് അതിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവിടെ മോളിക്യൂൾസ് പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട്. ചില ഫോട്ടോൺസിനെയൊക്കെ ചില പദാർത്ഥങ്ങൾ വലിച്ചുള്ളിലേക്കെടുത്ത് അത് പിന്നീട് ചൂടായിട്ട് മാറുന്നു. അങ്ങനെ അനേകം പ്രവൃത്തികൾ സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പക്ഷേ ആ ഇൻഫർമേഷൻ അവിടെ തന്നെയുണ്ട്. അത് രൂപം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ചീട്ട് ഷഫിൾ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ആ ചീട്ട് ഷഫിൾ ചെയ്യുന്ന ഓർഡറിൽ നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പഴയ പൊസിഷനിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. ഇതേ ഡീകോഹറൻസ് തന്നെയാണ് മരണത്തെ ഒരു ഇറേസർ പോലെ അല്ലെങ്കിൽ തുടച്ചു കളയാൻ സാധിക്കുന്ന ഒരു വസ്തു പോലെ തോന്നിപ്പിക്കുന്നത്. പക്ഷേ അത് തുടച്ചു നീക്കപ്പെടുന്നില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങളെ സ്നേഹിച്ചിരുന്ന ആ വ്യക്തി ഇവിടെയൊക്കെ തന്നെയുണ്ട്. പക്ഷേ ആ തരംഗങ്ങളൊക്കെ വേറെ പല രൂപങ്ങളിലാണെന്ന് മാത്രം. അത് ഇവിടെ കൂടെ ഒഴുകുന്ന വായുവിലുണ്ട്, നമ്മൾ നിൽക്കുന്ന മണ്ണിലുണ്ട്, നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലടങ്ങിയിട്ടുണ്ട്. ഇവിടെ പുഴയിലൂടെ ഒഴുകുന്ന ജലത്തിൽ പോലും അവരടങ്ങിയിട്ടുണ്ട്, അവരുടെ തരംഗങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ നിലവിലുള്ള നമ്മുടെ ടെക്നോളജികളൊന്നും ഉപയോഗിച്ച് ആ എൻക്രിപ്റ്റഡ് ഇൻഫർമേഷനെ നമുക്ക് തിരിച്ച് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് തിരിച്ച് ഡീക്രിപ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് റിവേഴ്സ് ഓർഡറിൽ അത് പുനഃസൃഷ്ടിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ശാസ്ത്രജ്ഞന്മാർ ഈ പ്രിൻസിപ്പിളിനെ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് എടുത്തിരുന്നതെന്ന്? ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ വാർ തന്നെ ഇതിൻ്റെ പേര് നടന്നിട്ടുണ്ട്. 3 പതിറ്റാണ്ടാണ് ആ യുദ്ധം നീണ്ടു നിന്നത്. അതിന് തുടക്കം കുറിച്ചത് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. അദ്ദേഹം 1970കളിൽ ഒരു കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തു, ഒരു ഹൈപ്പോത്തിസിസ്. ബ്ലാക്ക് ഹോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ബ്ലാക്ക് ഹോൾ ഒരിക്കലും ഒരു പ്യുവർ ബ്ലാക്ക് അല്ല. ബ്ലാക്ക് എന്ന് പറയുന്നത് അത് പ്രകാശത്തിൻ്റെ അഭാവമാണ്. ഒരു വസ്തുവിലേക്ക് പ്രകാശം വന്നു തട്ടുന്നു. ആ പ്രകാശം ആ വസ്തുവിൽ തട്ടി നമ്മുടെ കണ്ണിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ആ വസ്തുവിനെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ചുവന്ന നിറത്തിലുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിൽ നിന്ന് തട്ടി വെളിയിലേക്ക് വരുന്നത് ചുവപ്പ് നിറം മാത്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് ചുവപ്പ് നിറം കാണാൻ കഴിയുന്നത്. വെള്ള നിറമാണെങ്കിൽ അതിൽ തട്ടുന്ന സകല പ്രകാശവും, ആ സകല സ്പെക്ട്രവും, വിസിബിൾ സ്പെക്ട്രവും നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം കോമ്പിനേഷനായിട്ട് നമുക്ക് വെള്ള നിറം കാണാൻ കഴിയുന്നു. എന്നാൽ കറുത്ത നിറമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, പ്യുവർ ബ്ലാക്ക് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അവിടെ തട്ടുന്ന പ്രകാശമൊന്നും തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അതെല്ലാം ആ വസ്തു ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്, അങ്ങനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ആ പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു? അതെല്ലാം താപമായിട്ട് മാറുന്നു, ചൂടായിട്ട് മാറുന്നു, തെർമൽ എനർജി. പക്ഷേ പ്രപഞ്ചത്തിൽ പ്യുവർ ബ്ലാക്ക് എന്ന് പറയാൻ സാധിക്കുന്ന ഒന്നും തന്നെയില്ല. അവിടെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രകാശങ്ങൾ വെളിയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ താരതമ്യേന ആ പ്രകാശത്തിൻ്റെ അല്ലെങ്കിൽ ആ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൻ്റെ അളവ് വളരെ കുറവാണെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നമുക്കതിനെ കറുത്ത നിറത്തിലാണ് കാണാൻ കഴിയുന്നത്. ബ്ലാക്ക് ഹോളിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്.
പക്ഷേ സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞു ബ്ലാക്ക് ഹോൾ ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് അല്ല, അതിൽ നിന്ന് ചില റേഡിയേഷനൊക്കെ വെളിയിലേക്ക് വരുന്നുണ്ട്. അതിന് അദ്ദേഹം ഒരു പേരും കൊടുത്തു, ഹോക്കിംഗ് റേഡിയേഷൻ. ആ ഹോക്കിംഗ് റേഡിയേഷൻ വെളിയിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ ആ ബ്ലാക്ക് ഹോളിൻ്റെ മാസ് നഷ്ടമാകുന്നു. റേഡിയേഷൻ വെളിയിലേക്ക് വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടമാകണം. ആ നഷ്ടമാകുന്നതാണ് വെളിയിലേക്ക് വരുന്ന റേഡിയേഷനായിട്ട് മാറുന്നത്. ഉള്ളിലടങ്ങിയിരിക്കുന്ന മാസ് നഷ്ടമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ഹോളിന് നഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെ നിരന്തരമായി നഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അവിടെ ആ ബ്ലാക്ക് ഹോൾ തന്നെ കാണില്ല. കാരണം ആ ബ്ലാക്ക് ഹോളിൽ അടങ്ങിയിരിക്കുന്ന സകല പദാർത്ഥങ്ങളും റേഡിയേഷനായി പോയിരിക്കുന്നു. ആ ബ്ലാക്ക് ഹോൾ തന്നെ അവിടെ ഇല്ലാതെ ആയിരിക്കുന്നു. നമ്മൾ ഒരു ബ്ലാക്ക് ഹോളിനെ കണ്ടു, പിന്നെ അതിനുശേഷം കുറേ അധികം വർഷങ്ങൾക്ക് ശേഷം, കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷം നമുക്ക് അതേ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് വരാൻ പറ്റിയെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ ആ ബ്ലാക്ക് ഹോൾ കാണില്ല. കാരണം ഹോക്കിംഗ് റേഡിയേഷനിലൂടെ അത് പൂർണ്ണമായിട്ടും ഇല്ലാതെ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. ആ ബ്ലാക്ക് ഹോളിൽ അടങ്ങിയിരുന്ന പദാർത്ഥങ്ങളുടെ അല്ലെങ്കിൽ ആ ബ്ലാക്ക് ഹോളിൻ്റെ ഇൻഫർമേഷന് എന്ത് സംഭവിച്ചു? ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ഇൻഫർമേഷൻ ഒരിക്കലും ഇല്ലാതെയാകില്ല. പക്ഷേ ഇവിടെ ബ്ലാക്ക് ഹോൾ തന്നെ ഇല്ലാതെയായി. ആ ബ്ലാക്ക് ഹോൾ മുമ്പുണ്ടായിരുന്ന അനേകം നക്ഷത്രങ്ങളെയും ആ നക്ഷത്രങ്ങളെ വലം വെച്ചുകൊണ്ടിരുന്ന പ്ലാനറ്റുകളെയും ആസ്ട്രോയിഡുകളെയും ഒക്കെ വലിച്ചെടുത്തിരുന്നു. അതിൻ്റെയൊക്കെ വലിയ വലിയ ഇൻഫർമേഷൻസാണ് ആ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷേ കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ബ്ലാക്ക് ഹോൾ തന്നെ ഇല്ലാതായി. അപ്പോൾ ആ ഇൻഫർമേഷന് എന്ത് സംഭവിച്ചു? ഒരു കാര്യം ഞാനിവിടെ അഡീഷണലായിട്ടൊന്ന് കൂട്ടിച്ചേർത്തേക്കാം. കോടാനുകോടി വർഷമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ആയുസ്സിനേക്കാൾ കൂടിയ വർഷമാണ്. കാരണം അത്രയും വർഷം കഴിഞ്ഞാലേ ഹോക്കിംഗ് റേഡിയേഷനിലൂടെ അതിലുള്ള സകല പദാർത്ഥങ്ങളും ഇല്ലാതെയാകത്തുള്ളൂ. പ്രപഞ്ചമുണ്ടായിട്ട് ഇപ്പോൾ 1380 കോടി വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ ഒരു പ്രശ്നം അത് ഒരു വലിയ ചർച്ചാ വിഷയമായി മാറി. ഗവേഷകർ രണ്ട് തട്ടിലായി. ഒരു കൂട്ടം ഗവേഷകർ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്തു. അവർ പറഞ്ഞു ബ്ലാക്ക് ഹോൾ ഇല്ലാതെയാകും, ബ്ലാക്ക് ഹോളിൻ്റെ ജോമെട്രി അങ്ങനെയാണ്, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് അങ്ങനെയാണ്, മാത്സിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞത് ശരിയാണ്. ബ്ലാക്ക് ഹോൾ ഇല്ലാതെയായി കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഇല്ലാതെയാകും, ഇൻഫർമേഷനെ പ്രപഞ്ചത്തിന് നശിപ്പിക്കാൻ സാധിക്കും. പക്ഷേ മറുകൂട്ടർ, അതായത് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ എതിർത്തിരുന്ന വേറൊരു കൂട്ടം ഗവേഷകരുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ എതിർക്കുന്ന ക്വാണ്ടം മെക്കാനിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗവേഷകരിൽ അവർക്ക് ശരിക്കും ഒരു നേതാവ് തന്നെ ഉണ്ടായിരുന്നു. സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഒരു ശാസ്ത്രജ്ഞനായ ലെനേർഡ് സസ്കൈൻഡാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ കാൽക്കുലേഷനിൽ വലിയ പിശകുകളുണ്ട്. അതുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇൻഫർമേഷൻ ഡിലീറ്റ് ആകപ്പെടുമെന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത്. ആ ഇക്വേഷൻ തന്നെ പൊളിച്ചെഴുതണം. പിന്നീട് 3 പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലുള്ള ഇറാനും ഇസ്രയേലും തമ്മിൽ, അല്ലെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം പോലൊന്നുമല്ല. രക്തരഹിതമായിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള ഗവേഷകർ തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു. ആ യുദ്ധങ്ങൾ അരങ്ങേറിയിരുന്നത് സാന്റാ ബാർബറയിലും ഡബ്ലിനിലും കേംബ്രിഡ്ജിലുമൊക്കെ നടന്നിരുന്ന കോൺഫറൻസുകളിലാണ്. അതിനു പുറമെ അനേകം ജേണലുകളും 2 വിഭാഗത്തിലുള്ള ഗവേഷകരും പബ്ലിഷ് ചെയ്തു. കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞ് 1997 ജുവാൻ മാൽഡസീനോ എന്ന ഒരു ഗവേഷകൻ ഒരു പ്രപ്പോസിഷൻ നടത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു റിസൾട്ട് കിട്ടി. ADS-CFT കറസ്പോണ്ടൻസ് എന്നാണ് ആ തിയറിയുടെ പേര്. അത് ഞാൻ ടെക്നിക്കാലിറ്റി ഒന്നുമില്ലാതെ വളരെ സിമ്പിളായി പറയാം. ബ്ലാക്ക് ഹോളിൻ്റെ ഇക്വേഷൻ, ബ്ലാക്ക് ഹോളിൻ്റെ ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻ, ആ ഇക്വേഷനും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബ്ലാക്ക് ഹോളിൻ്റെ അതിർത്തിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ബോർഡറിലുള്ള ഇക്വേഷനും തുല്യമാണ്. 3+2 = 5. അതുപോലെ 4+1 = 5 ആണ്. അങ്ങനെയാണെങ്കിൽ 4+1 ശരിയാണ്, 3+2 ശരിയാണ്. ഗ്രാവിറ്റേഷണൽ ഇക്വേഷൻ ശരിയാണ്, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഇക്വേഷനും ശരിയാണ്. അപ്പോൾ രണ്ടും ശരിയാണ്. അതിൻ്റെ അർത്ഥം ഹോക്കിംഗ് റേഡിയേഷൻ ശരിയാണെങ്കിലും ആ ഇൻഫർമേഷൻസ് ഒരിക്കലും ഡിലീറ്റ് ആകില്ല. ഹോക്കിംഗ് റേഡിയേഷൻ ഒരു ഹൈപ്പോത്തസിസ് ആണ്, പക്ഷേ അത് തെറ്റാണെന്ന് ആരും പ്രൂവ് ചെയ്തിട്ടില്ല. ഹോക്കിംഗ് റേഡിയേഷനിലൂടെ ബ്ലാക്ക് ഹോൾ ക്രമേണ ഇല്ലാതെയാകുന്നുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം ആ ഇൻഫർമേഷൻ ഇല്ലാതെയാകുന്നല്ല. ആ റേഡിയേഷൻ സംഭവിക്കുമ്പോൾ ആ റേഡിയേഷനിൽ തന്നെ ഇൻഫർമേഷനുണ്ട്. ആ ഇൻഫർമേഷൻ വീണ്ടും പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി മാറുന്നു. അത് പ്രപഞ്ചത്തിൻ്റെ പല കോണിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു.
അതായത് ഇൻഫർമേഷൻ ലോസ് ആകുന്നില്ല, റേഡിയേഷനിലൂടെ ആ ഇൻഫർമേഷൻ മറ്റു പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്ന് മാത്രം. പിന്നീട് 2004 ഡബ്ലിനിൽ നടന്ന ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ സ്റ്റീഫൻ ഹോക്കിംഗ് പരാജയം സമ്മതിച്ചു. ഹോക്കിംഗ് റേഡിയേഷൻ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷേ ഇൻഫർമേഷൻ എപ്പോഴും ഇവിടെയുണ്ട്. ഒരു ബ്ലാക്ക് ഹോളിന് പോലും ഇൻഫർമേഷനെ നശിപ്പിക്കാൻ സാധിക്കുന്നില്ല. ബ്ലാക്ക് ഹോൾ ഇവിടെയുള്ള സകല പദാർത്ഥത്തെയും, അതിൻ്റെ അരികിലേക്ക് വരുന്ന സകല പദാർത്ഥങ്ങളെയും പല കഷ്ണങ്ങളായി നുറുക്കി, അതായത് സബാറ്റോമിക് പാർട്ടിക്കിളിൻ്റെ അത്രത്തോളം വലുപ്പത്തിലേക്ക് നുറുക്കി അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ്. അത്രയും തീവ്രമായ ഒരു വസ്തുവിനെ നശിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സെലസ്റ്റിയൽ ബോഡിയെയും ഒരു മെഷീനെയും നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത്രയും തീവ്രമായി നശിപ്പിക്കുന്ന ആ ബ്ലാക്ക് ഹോളിന് പോലും ഇൻഫർമേഷനെ നശിപ്പിക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് ഒരു പുസ്തകം കത്തിച്ച് ചാമ്പലാക്കാം. അതിൻ്റെ അർത്ഥം ആ ബുക്കിൻ്റെ ഇൻഫർമേഷൻ ഇല്ലാതെയാകുന്നു എന്നല്ല. ആ ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട്, പക്ഷേ അതിൻ്റെ രൂപം മാറിയെന്ന് മാത്രം. ഇനി ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ പോയിൻ്റ് കൂടെ പറയാം. 1890 പോയിൻകർ എന്ന ഒരു ഗവേഷകൻ പ്രൊപ്പോസ് ചെയ്ത ഫിസിക്സിലെ ഒരു മാത്തമെറ്റിക്കൽ തിയറം, പോയിൻകർ റെക്കറൻസ് തിയറം എന്നാണ് അതിൻ്റെ പേര്. ആ തിയറം ഇതുമായിട്ട് വലിയ ബന്ധമുള്ളതാണ്. പക്ഷേ ആ തിയറം നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചില ന്യൂനതകളുമുണ്ട്. ഞാൻ രണ്ടും അവതരിപ്പിക്കാം. ആദ്യം എന്താണ് ഈ തിയറമെന്ന് നമുക്ക് വളരെ സിമ്പിളായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങളൊരു മുറി സങ്കല്പിക്കുക. ഇത് നേരിട്ടുള്ളൊരു ഉദാഹരണമല്ല, ഒരു അനാലജിയാണ്. ആ മുറിയുടെ ഒരു വശം മുഴുവനും, അതായത് ഒരു മുറിയുടെ പകുതി ഭാഗം മുഴുവനും ഓക്സിജൻ ആറ്റങ്ങളാണ്. അതിൻ്റെ മറുഭാഗത്ത് മുഴുവനും നൈട്രജൻ വാതകങ്ങളാണ്. അതിനുശേഷം അത് തന്നെ മിക്സ് ആകുന്നു. അത് കൂടിക്കുഴഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഗ്രാവിറ്റിയെ നമുക്കങ്ങ് ഒഴിവാക്കാം. കാരണം ഗ്രാവിറ്റി അനുസരിച്ച് ഏറ്റവും താഴെ ഓക്സിജൻ വരും, മുകളിൽ നൈട്രജൻ വരും. കാരണം ഓക്സിജൻ്റെ ഭാരം നൈട്രജനേക്കാൾ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഗ്രാവിറ്റി കാരണം അത് താഴെ വരും, അതിൻ്റെ മുകളിലായിരിക്കും നൈട്രജൻ വരുന്നത്. ഗ്രാവിറ്റി അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ അങ്ങനൊന്നും സംഭവിക്കില്ല. ഇതിങ്ങനെ കൂടിക്കുഴഞ്ഞുകൊണ്ടേയിരിക്കുന്നു. റെക്കറൻസ് തിയറം അനുസരിച്ച് ഇതിങ്ങനെ കൂടിക്കുഴഞ്ഞ് കുറേ അധികം സമയം കഴിയുമ്പോൾ വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ മാറും. ഒരു വശം മുഴുവനും ഓക്സിജൻ, മറുവശം മുഴുവനും നൈട്രജൻ. അതങ്ങനെയും നിൽക്കത്തില്ല, അത് പിന്നെയും കൂടിക്കുഴയും. ഇതിനകത്ത് കൂടിക്കുഴയുമ്പോൾ നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും പല കോമ്പിനേഷനുകളുണ്ട്, പല പൊസിഷനുകളിൽ അതിങ്ങനെ വ്യാപിക്കുന്നുണ്ട്. അങ്ങനെ വ്യാപിക്കുന്ന ഓരോ ഇൻസ്റ്റിങ്ക്റ്റും അത് റിക്കർ ചെയ്യും, അത് വീണ്ടും ആവർത്തിക്കും. അത് മാത്തമാറ്റിക്കലി ഒരുപാട് കേസുകളിൽ ശരിയാകും. എല്ലാ കാര്യങ്ങളും വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അതിനിടയിൽ എത്ര സമയമെടുക്കും? ആദ്യമുണ്ടായിരുന്ന നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും അതേ അവസ്ഥയിലേക്ക് മടങ്ങി വരാൻ എത്ര നാളുകളെടുക്കും? എത്ര വർഷങ്ങളെടുക്കും? അതൊരു വലിയ സംഖ്യയാണ്. ഒന്നെഴുതി അതിൻ്റെ പുറകിൽ 10,000 കോടി പൂജ്യങ്ങൾ എഴുതുന്ന അത്രയും വർഷങ്ങൾ വേണ്ടിവരും. നമ്മുടെ ഈ പ്രപഞ്ചമുണ്ടായിട്ട് വെറും 1380 കോടി വർഷമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് ഒന്നെഴുതി അതിൻ്റെ പുറകിൽ 10,000 കോടി പൂജ്യങ്ങൾ എഴുതുന്നത്. പോയിൻകർ റെക്കറൻസ് തിയറത്തിന് പ്രാക്ടിക്കലി ഒരു സിഗ്നിഫിക്കൻസുമില്ല. പക്ഷേ മാത്തമെറ്റിക്കലി അത് 100% ശരിയാണ്. പക്ഷേ പോയിൻകർ റെക്കറൻസ് തിയറത്തെ നമുക്ക് എല്ലായിടത്തും അങ്ങ് ഉപയോഗിക്കാൻ പറ്റില്ല. അതൊരു ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ പ്രപഞ്ചത്തെ മൊത്തത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും സാധിക്കില്ല. കാരണം പ്രപഞ്ചം നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് അത് ഫൈനൈറ്റ് അല്ല, അത് ഇൻഫൈനൈറ്റ് ആണ്. ഡാർക്ക് എനർജിയുടെ സാന്നിധ്യം കാരണം അത് നിരന്തരമായിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ അകലെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ പ്രകാശത്തേക്കാൾ തീവ്രമായ വേഗതയിലാണ് പ്രപഞ്ചത്തിൻ്റെ ആ ഭാഗങ്ങൾ നമ്മളിൽ നിന്നും അകന്നു പോകുന്നത്. പക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ക്ലോസ്ഡ് സിസ്റ്റംസ് ഉണ്ട്. ആ ക്ലോസ്ഡ് സിസ്റ്റത്തിലെല്ലാം ഇത് കൃത്യമായിട്ട് പാലിക്കേണ്ടതല്ലേ? രണ്ടാമത്തെ ഒരു പോരായ്മ തെർമോഡൈനാമിക്സിൻ്റെ രണ്ടാമത്തെ ലോയാണ്. അവിടെയാണ് എൻട്രോപ്പിയെക്കുറിച്ച് പറയുന്നത്. സമയം കഴിയുന്നതനുസരിച്ച് എൻട്രോപ്പി വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതിന് പിന്നിലേക്കൊരു യാത്രയില്ല. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ ഓർഡർ ഇല്ലായ്മ എന്നാണ്. നമ്മളൊരു മുറിയുടെ കേസ് പറഞ്ഞല്ലോ. എൻട്രോപ്പി അനുസരിച്ച് അല്ലെങ്കിൽ രണ്ടാം തെർമോഡൈനാമിക്സ് നിയമം അനുസരിച്ച് അത് സമയം കഴിയുന്നതനുസരിച്ച് കൂടിക്കുഴഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഒരിക്കലും തിരിച്ചു പോകില്ല, തിരിച്ച് ആ പഴയ സ്റ്റേറ്റിലേക്ക് പോകില്ലെന്നാണ് രണ്ടാമത്തെ തെർമോഡൈനാമിക്സ് നിയമം പറയുന്നത്.
ഒരു ഗ്ലാസ് നിലത്ത് വീണ് ഉടഞ്ഞ് പല പല കഷ്ണങ്ങളായി ചിന്നിച്ചിതറി പോകുന്നു. ഗ്ലാസ് ആയിരിക്കുമ്പോൾ അതിനൊരു ഓർഡർ ഉണ്ടായിരുന്നു, എന്നാൽ അത് പല കഷ്ണങ്ങളായി നുറുങ്ങിപ്പോകുമ്പോൾ അതിന് ഓർഡർ ഇല്ല. തെർമോഡൈനാമിക്സ് നിയമം അനുസരിച്ചിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഓർഡർ ഇല്ലാതെ തന്നെ പോകും. അല്ലാതെ അങ്ങനെ നിലത്ത് വീണ പൊട്ടി പല കഷ്ണങ്ങളായി മാറിയ ഗ്ലാസ് തനിയെ തിരിച്ചു മടങ്ങി വന്ന് ആ ഗ്ലാസ്സായിട്ട് മാറില്ല. പക്ഷേ തെർമോഡൈനാമിക്സ് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ലോകത്തുള്ളതാണ്, അല്ലാതെ ക്വാണ്ടം ഫിസിക്സിൻ്റെ ലോകത്തുള്ളതല്ല. ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ലോകത്തുള്ള ഒരു തിയറിയും ക്വാണ്ടം ഫിസിക്സിൻ്റെ ലോകത്ത് നിൽക്കില്ല, അതവിടെ തകർന്നു പോകും. അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് രണ്ടും പരസ്പരം ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു യൂണിഫൈഡ് തിയറി ഉണ്ടാക്കാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. അതിൻ്റെ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ക്വാണ്ടം ഗ്രാവിറ്റിയിലൊക്കെ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്, സ്ട്രിങ് തിയറിയുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അതൊക്കെ ഇൻഫൻസിയിൽ മാത്രമാണ്. അതിൽ നിന്നും നമുക്കൊരു റിസൾട്ട് കിട്ടാൻ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ക്വാണ്ടം ഫിസിക്സിൻ്റെ നിയമങ്ങളനുസരിച്ച് ഇവിടെയുള്ള ഒരു ഇൻഫർമേഷനും ഇല്ലാതെയാകുന്നില്ല, ഒന്നും ഡിലീറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇൻഫർമേഷൻ എല്ലാം ഇവിടെയുണ്ട്. നിങ്ങളെ സ്നേഹിച്ചിരുന്ന, നിങ്ങൾ സ്നേഹിച്ചിരുന്ന, നിങ്ങളുമായിട്ട് എന്നേക്കുമായി വേർപെട്ടു പോയിട്ടുള്ള അവർ ഇപ്പോഴും ഇവിടൊക്കെ തന്നെ ഉണ്ട്. അവരില്ലാതെയാകുന്നില്ല, പക്ഷേ വേറെ രൂപങ്ങളിലാണെന്ന് മാത്രം. അതിൻ്റെ അർത്ഥം അവർ ഒരു പ്രേതാത്മാവ് പോലെ അല്ലെങ്കിൽ ഒരു ഗോസ്റ്റ് പോലെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നല്ല. അത്തരത്തിലുള്ളൊരു ഇൻഫർമേഷനേ അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ക്വാണ്ടം ഫിസിക്സിൻ്റെ ഭാഷ്യം മാത്രം. അവർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എൻറ്റയർലി ഡിഫറെൻ്റ് എന്ന് പറയുമ്പോൾ അവരെന്ന ഇൻഫർമേഷനാണ് എൻറ്റയർലി ഡിഫറെൻ്റ് ആകുന്നത്. അവരുടെ ചിരി, അവരുടെ സംസാരം, അവർ പറഞ്ഞ വാക്കുകൾ. നിങ്ങളുടെ പേര് വിളിച്ചപ്പോൾ നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളെ ചിലപ്പോൾ മോനെ എന്നായിരിക്കാം വിളിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്നേഹത്തോടെ വിളിച്ചതായിരിക്കാം. ആ വിളി പോലും, അതുപോലും ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ പോലും ഇവിടെയുണ്ട്. അത് എൻകോഡ് ചെയ്യപ്പെട്ട് നമുക്ക് നമ്മുടെ നിലവിലുള്ള ടെക്നോളജി അനുസരിച്ച് ഡീക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ കൂടിക്കുഴഞ്ഞിരിക്കുകയാണെന്ന് മാത്രം. എന്നേക്കുമായി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ, അതൊരു പക്ഷേ നിങ്ങളുടെ അച്ഛനാകാം, അമ്മയാകാം, മുത്തശ്ശനാകാം, മുത്തശ്ശിയാകാം, പ്രിയപ്പെട്ടവളാകാം, മക്കളാകാം. അവർ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഗേറ്റിൻ്റെ അപ്പുറത്ത് നിന്ന് കാണാൻ പറ്റുന്ന രൂപത്തിലല്ലെന്ന് മാത്രം. അല്ലെങ്കിൽ നരകത്തിലോ സ്വർഗത്തിലോ അല്ലെന്ന് മാത്രം. അതുമല്ലെങ്കിൽ പ്രേതത്തിൻ്റെ രൂപത്തിലല്ലെന്ന് മാത്രം. അതൊക്കെ നമ്മുടെ തോന്നലുകൾ മാത്രമാണ്, നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്ന ചില ചിന്തകൾ മാത്രമാണ്. എന്നാൽ അതിനൊക്കെ ഉപരിയായി അവരെന്ന വൈബ്രേഷൻ, അവരെന്ന തരംഗം, അവരെന്ന ഊർജം, അവരുടെ സംഭാഷണങ്ങളുടെ ഊർജം എല്ലാം ആറ്റോമിക് ലെവലിൽ, ക്വാണ്ടം ഫിസിക്സ് ലെവലിൽ ഇവിടെയുണ്ട്. നമ്മളുടെ ജീവിതം തന്നെ ആ ക്വാണ്ടം ഫിസിക്സ് ഫീൽഡിൻ്റെ ഉള്ളിലൂടെ ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ്. നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ അവരുണ്ടായിരിക്കും, നമ്മൾ നടക്കുന്ന മണ്ണിൽ അവരുണ്ടായിരിക്കും, കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടായിരിക്കും, കുടിക്കുന്ന ജലത്തിൽ പോലും അവരുണ്ടായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരവസരത്തിൽ കാണാം. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.